ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലംബിംഗ് സിസ്റ്റം ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ പ്ലംബിംഗ് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ എവിടെയാണോ വാട്ടറിൻ്റെ സോഴ്സ് ഉണ്ടായിരുന്നത് ആ ഒരു ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻസ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കൃഷികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ലാൻഡ് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഏരിയയിലേക്ക് വാട്ടറിന്റെ സോഴ്സ് എത്തണം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പുഴയിലും കുളത്തിലും ഒക്കെ കിടക്കുന്ന വെള്ളത്തിന് നമ്മൾ കൃഷി ചെയ്യുന്നിടങ്ങളിലേക്ക് കനാലുകൾ ത്രൂ ഒക്കെ വെള്ളം എത്തിച്ചു തുടങ്ങി. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ സപ്ലൈ സിസ്റ്റം ഓക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനും നമുക്കതിനൊരു പ്രോപ്പർ ഡ്രെയിനേജ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം ഈ വെള്ളം വെച്ച് തന്നെ വീണ്ടും കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ വീണ്ടും ആലോചിച്ചു, ഓക്കെ, സപ്ലൈ സിസ്റ്റം പോലെ തന്നെ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റവും ആവശ്യമാണെന്നുള്ളത്. അപ്പം ആദ്യ കാലങ്ങളിൽ നമ്മൾ ഈ പ്ലംബിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഡ് പൈപ്സ് ആയിരുന്നു. ലെഡിന്റെ കെമിക്കൽ നെയിം ആണ് പ്ലംബം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്ലംബം വെച്ചിട്ടുള്ള ഒരു വർക്ക് എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് പ്ലംബിംഗ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പം പ്ലംബിംഗ് സർവീസസിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ് ഉണ്ട്, ഇലക്ട്രിക്കലിന്റെ ഉണ്ട്, സിവിൽ ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിന്റെ ഒരു കോർഡിനേഷൻ ആണ് ആക്ച്വലി പ്ലംബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലംബിങ്ങിന്റെ മെജോറിറ്റി പാർട്സും നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിസൈനിങ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലംബിംഗ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വാട്ടർ സപ്ലൈ സിസ്റ്റം, അതായത് പ്ലംബിങ്ങിനകത്ത് നമ്മൾ സപ്ലൈ എന്ന് പറയുന്ന പാർട്ട്, വാട്ടർ സപ്ലൈ സിസ്റ്റം. സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡ്രെയിനേജ് ആണ്. അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുക. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേസ്റ്റിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കളയണം. സോ അതിന് ഡ്രെയിനേജ് സിസ്റ്റം. പിന്നെ മൂന്നാമത് വരുന്നതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. അപ്പം ഇപ്പം നമുക്ക് അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ സിവിൽ പ്ലാനിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കാണിക്കണം എന്ന് നിർബന്ധമുണ്ട്. നമ്മുടെ പറമ്പിൽ വീഴുന്ന വെള്ളത്തെ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നുകിൽ റീയൂസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ സ്റ്റോം വാട്ടറിനെ ഒഴുക്കി വിടുക. അപ്പം അതിനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നിടത്ത് ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ 3 സർവീസസ് മെയിൻലി നമുക്ക് ഈ ഒരു പ്ലംബിംഗ് സർവീസസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിൽ നമ്മൾ 1 by 1 ആയിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോവുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിനെയാണ്. അപ്പൊ വാട്ടർ സപ്ലൈ സിസ്റ്റം പറയുമ്പം നമ്മുടെ വീട്ടിലുള്ള കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലിപ്പം നമുക്ക് സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോഴ്സ് ഉണ്ടാവും. സോഴ്സ് മോസ്റ്റ്ലി വരുന്നത് കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ആയിരിക്കും. ഓപ്പൺ വെൽ എന്ന് പറയും കിണറിന്. ഓപ്പൺ വെല്ലോ അല്ലെങ്കിൽ ബോർവെല്ലോ ആയിരിക്കും സോഴ്സ് ഉണ്ടാവുക. ആ സോഴ്സിൽ നമ്മളൊരു പമ്പ് വെച്ചിട്ടുണ്ടാവും. ആ പമ്പ് വെച്ച് നമ്മൾ കിണറ്റിൽ കിടക്കുന്ന വെള്ളത്തിനെ നമ്മുടെ ടെറസിന് മുകളിലിരിക്കുന്ന ടാങ്കിലേക്ക് പമ്പ് ഔട്ട് ചെയ്യും. അപ്പൊ ടെറസിൽ നമ്മളൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ടാങ്കിനെ നമുക്ക് സ്റ്റോറേജ് എന്ന് പറയാം. അങ്ങനെ പമ്പ് ചെയ്ത് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് അതിനെ സൂക്ഷിക്കുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ബൈ ഗ്രാവിറ്റി ആണ് വാട്ടറിനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം ഫിക്സേഴ്സ് ഓൺ ആക്കുന്ന സമയത്ത് പമ്പ് ഓൺ ആവേണ്ട കാര്യമില്ല. 1 ടൈം പമ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബൈ ഗ്രാവിറ്റി നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വാട്ടറിനെ ഇങ്ങനെ ഹൈറ്റിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പമ്പിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ മേളിൽ സ്റ്റോർ ചെയ്ത വെള്ളത്തിന് നമുക്ക് എവിടെയൊക്കെയാണോ ടോയ്ലറ്റ്സ് വരുന്നത്, കിച്ചൺ, ഡൈനിങ് ഏരിയ, അതായത് വാട്ടറിന്റെ റിക്വയർമെന്റ് എവിടെയൊക്കെയാണോ വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ പൈപ്പ് റൂട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പൈപ്പിംഗ് സിസ്റ്റം വരുന്നുണ്ട്, വാൽവ്സ് വരുന്നുണ്ട്, ഫിറ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എൻഡ് നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാനിറ്ററി ഫിക്സേഴ്സിലേക്കായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ക്ലോസറ്റോ ഷവറോ വാഷ് ബേസിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം.
ഫിക്ഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു പ്ലംബിങ്ങിന്റെ സപ്ലൈ സിസ്റ്റം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു സോഴ്സ് വേണം, അതിന് ആ സോഴ്സിനെ പമ്പ് ചെയ്യാൻ ഒരു പമ്പ് വേണം, അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സിസ്റ്റം വേണം, പിന്നെ അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഓരോ ഏരിയയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് വേണം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് പൈപ്പിംഗ് സിസ്റ്റം, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാൽവ് സിസ്റ്റം, റൂട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫിറ്റിംഗ്സ് ആവശ്യമാണ്. ഫൈനലി നമുക്ക് യൂസ് ചെയ്യുന്ന നമ്മുടെ സാനിറ്ററി വെയേഴ്സ് അല്ലെങ്കിൽ ബാത്ത് വെയേഴ്സ് എൻഡ് പോയിന്റിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതില് ആദ്യം നമ്മൾ നോക്കുന്നത് വാട്ടർ സോഴ്സിനെ പറ്റിയാണ്. നമുക്ക് നമ്മുടെ എർത്തില് പല ടൈപ്പ് വാട്ടർ സോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തെ സോഴ്സ് ആണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കുഴിച്ചെടുത്തിട്ട് കാണുന്ന വെള്ളത്തിനെയാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന വെള്ളമാണ്. അത് നമുക്ക് ഒന്നുകിൽ ഓപ്പൺ വെള്ളമായിട്ട്, നമ്മുടെ സാധാ കിണറിലെ വെള്ളമായിട്ട് നമുക്ക് കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബോർവെല്ലായിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്തിൽ നമ്മൾ എടുക്കുന്നതാണ് ബോർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സോഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ പ്രൊജക്റ്റ് വരുന്ന സ്ഥലത്ത് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് സർഫസ് വാട്ടർ സോഴ്സ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് എർത്തിന്റെ സർഫസിൽ വിസിബിളി കാണാൻ പറ്റുന്ന സോഴ്സിനെയാണ് നമ്മൾ സർഫസ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. അത് പോണ്ട് വാട്ടർ ആകാം, റിവർ വാട്ടർ ആകാം, ഫ്രോസൺ വാട്ടർ ആവാം, റെയിൻ വാട്ടർ ആവാം, അങ്ങനെ എന്ത് സോഴ്സ് വേണമെങ്കിലും. ഇപ്പം സീന്നൊക്കെ വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സർഫസ് വാട്ടറിന്റെ കൺസിഡറേഷനിൽ എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പ്രിമൈസസിൽ ഇതുപോലെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കാം. ഇനി ഈ ഒരു റിക്വയർമെന്റ് നമുക്ക് നമ്മുടെ ഇതിലേത് സോഴ്സ് ആണോ എന്നുണ്ടെങ്കിലും എല്ലായിടത്തും എന്തായാലും ബോർവെല്ലിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ തികയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, വെള്ളം പർച്ചേസ് ചെയ്യേണ്ട വരും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന വെള്ളത്തിന് നമുക്ക് എക്സ്റ്റേണൽ വാട്ടർ സോഴ്സ് എന്ന് പറയാം. അത് കോർപ്പറേഷനോ അല്ലെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതിൽ ഏത് പ്രിമൈസസിലാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത് അവിടുത്തെ ആ ഒരു അതോറിറ്റിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടാങ്കർ വാട്ടർ പർച്ചേസ് ചെയ്യാറുണ്ട്. ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് ടാങ്കിൽ കൊണ്ടുവന്ന് നിറയ്ക്കാറുണ്ട്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ വാട്ടറിന്റെ സോഴ്സ് അവൈലബിലിറ്റി എന്താണ്, എന്തൊക്കെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്ലയന്റ് ഈ ഒരു നമ്മുടെ ബിൽഡിങ്ങിന്റെ വാട്ടർ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുശേഷം ആ സോഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ നമ്മൾ നോക്കുന്നത് അതിന്റെ ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ പർപ്പസ്, അതായത് നമുക്ക് കുടിക്കുകയും കുളിക്കുകയും അങ്ങനത്തെ പർപ്പസ് ഒക്കെ ഉണ്ടാവും. പാത്രം കഴുകുക, കുക്ക് ചെയ്യുക, അങ്ങനത്തെ പല പർപ്പസും ഉണ്ടാവും. അപ്പം ഈ പർപ്പസിനെല്ലാം പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള വെള്ളമാണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കേണ്ടതാണ്. അപ്പം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വാട്ടറിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. ഈ മിനറൽസിന്റെ വാല്യൂ കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. അപ്പം ഈ മിനറൽസ് എല്ലാം ഓക്കെ ആയിട്ടുള്ള വെള്ളമാണോ എന്നുള്ളത് നോക്കണം. അത് ക്വാളിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ടറിന്റെ സാമ്പിൾ എടുത്ത് ആ സാമ്പിള് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം. നമ്മൾ ബ്ലഡും യൂറിനും ഒക്കെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു വാട്ടർ സാമ്പിൾ ടെസ്റ്റും നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് നോക്കാം, ബാക്കി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള റെമഡീസ് നോക്കേണ്ടി വരും. ഇനി സോഴ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്തത് നമുക്ക് അറിയേണ്ടതാണ് ക്വാണ്ടിറ്റി. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ പറഞ്ഞ സോഴ്സിൽ നിന്നുള്ള വെള്ളം തികയോ എന്നുള്ളത്. അപ്പം ആ തികയോ എന്നുള്ളത് നമ്മൾ റെഫർ ചെയ്യുന്നത് ഒന്നുകിൽ NBC അല്ലെങ്കിൽ IPC അല്ലെങ്കിൽ UPC ആയിട്ടുള്ള പ്ലംബിങ്ങിന്റെ കോഡ്സ് റെഫർ ചെയ്തിട്ടാണ്. NBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബിൽഡിംഗ് കോഡ്, IPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡ്,
UPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം പ്ലംബിംഗ് കോഡ്. ഇതിലേതെങ്കിലും ഒരു റെഫറൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ബിൽഡിംഗ് വരുമ്പോഴത്തേനും അവിടുത്തെ കൺസംഷൻ വ്യത്യാസം ഉണ്ടാവും. ആ കൺസംഷൻ റേഞ്ച് നോക്കിയിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കൺസംഷൻ റേറ്റ് കൂടുതലാണ്. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കണം, നമുക്ക് ഡ്രസ്സ് അലക്കണം, ഭക്ഷണം പാകം ചെയ്യണം, പിന്നെ അല്ലാതെ നമ്മുടെ ഡെയിലി നീഡ്സ്, ഡ്രിങ്കിങ് പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യമുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ഓഫീസിലാ ചെന്ന് വർക്ക് ചെയ്യണമെങ്കിലോ നമുക്ക് വാഷ്റൂമിൽ പോകുന്നതും ഡ്രിങ്കിങ് പർപ്പസും മാത്രമേ അവിടെ മീറ്റ് ആവേണ്ടതുള്ളൂ. കുക്കിംഗ്, വാഷിങ്, അതുപോലെ ബേത്തിങ് ഇതൊന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ വാട്ടറിൻ്റെ കൺസംഷൻ കമ്പാരിറ്റീവ്ലി കുറയും. ഇപ്പം നമ്മൾ ഒരിടത്ത് വിസിറ്റർ ആയിട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ കൺസംഷൻ റേറ്റ് കുറയും. അപ്പം നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സോഴ്സിൻ്റെ അവൈലബിലിറ്റി നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം വാട്ടർ സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാട്ടറിൻ്റെ ക്വാളിറ്റി, രണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി. ഇനി വാട്ടറിൻ്റെ ക്വാളിറ്റി നമ്മൾ വാട്ടർ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കും. അപ്പം നമുക്ക് ക്വാളിറ്റി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ക്വാളിറ്റി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വരും സൈറ്റിൽ. അപ്പം അതിന് എക്സാമ്പിളാണ് സാൻഡ് ഫിൽട്ടർ, കാർബൺ ഫിൽട്ടർ, RO ഫിൽറ്റർ, പിന്നെ അതുപോലെ നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയാറുണ്ട്. സോപ്പൊന്നും പതയണില്ല, ഹാർഡ് വാട്ടർ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് വാട്ടർ സോഫ്റ്റ്നേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും. പിന്നെ വെള്ളത്തിനകത്ത് ഈ പറയുന്ന പോലെ സ്കെയിലിംഗ് ഉണ്ടെങ്കിൽ, സോൾട്ട് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ പൈപ്പിനകത്ത് സ്കെയിലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്കെയിലിംഗ് വന്നു കഴിഞ്ഞാൽ പൈപ്പിനകത്ത് ബ്ലോക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ GI പോലെയുള്ള പൈപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ഇൻ ജോയിൻസ് പെട്ടെന്ന് തന്നെ റസ്റ്റ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം നമ്മൾ വാട്ടറിനകത്തുള്ള മിനറൽസ് ഏത് മിനറലാണോ എക്സീഡ് ചെയ്ത് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വെള്ളം പന്നലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ചിരട്ട കത്തിച്ചിടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് ക്ലോറിനേഷന് വേണ്ടിയിട്ട്. അപ്പം എല്ലായിടത്തും ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒന്നും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇപ്പം എന്ത് മിനറലാണ് എക്സസ് ആയിട്ട് നിൽക്കുന്നത് ആ മിനറലിനനുസരിച്ചിട്ട് ചിലപ്പോൾ സാൻഡ് ഫിൽട്ടർ ആയിരിക്കും കൊടുക്കേണ്ടത്, ചിലപ്പോൾ വാട്ടർ സോഫ്റ്റ്നർ ആയിരിക്കും വെച്ച് കൊടുക്കേണ്ടത്, ചിലപ്പോൾ അവിടെ RO ഫിൽട്ടർ ആയിരിക്കും വെക്കേണ്ടത്. സോ നമ്മൾ ആ ഒരു വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് കണ്ടന്റ് ആണ് എക്സീഡ് ചെയ്ത് നിൽക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് എന്ത് റെമഡി ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് മാത്രം ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ പ്ലംബിങ്ങിന്റെ ജോബിന്റെ സ്കോപ്പിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻസിന്റെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോവാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ ക്വാളിറ്റി എങ്ങനെയാണ് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിയണ്ടേ? അപ്പം നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, രണ്ടാമത് കെമിക്കൽ ടെസ്റ്റ് ഉണ്ട്, മൂന്നാമത് ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. അതിൽ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഒരു വെള്ളത്തിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല വെള്ളമാണോ പന്ന വെള്ളമാണോ എന്ന്. പിന്നെ അതിന്റെ ഒഴുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ നല്ല വെള്ളമായിരിക്കും, കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ നമുക്കത് ആ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു നീറ്റ്നെസ് എന്താന്നുള്ളത്. പിന്നെ വെള്ളത്തിന്റെ സ്മെല്ല്, ടേസ്റ്റ് അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും വെള്ളം അതിനകത്ത് എന്താണ് പ്രശ്നമുള്ളത്, നല്ല വെള്ളമാണോ അല്ലേ എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലെങ്കിലും ഫസ്റ്റ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻസ് ഈ ഒരു ക്രൈറ്റീരിയാസ് വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് അതിന്റെ കെമിക്കൽ ടെസ്റ്റ് ആണ്. കെമിക്കൽ ടെസ്റ്റിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അതിന്റെ pH വാല്യൂ ആണ്.
pH വാല്യൂ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത് 7 ആണെന്ന് അറിയാലോ. 7 to 8 ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിന്റെ മുകളിലോട്ടും താഴോട്ടും മാറി കഴിഞ്ഞാൽ അസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള സ്വഭാവം കാണിക്കും. സോ നമുക്ക് അസിഡിക്കും ആവാൻ പാടില്ല, ബേസിക്കും ആവാൻ പാടില്ല, ന്യൂട്രൽ ആയിരിക്കണം. സോ pH വാല്യൂ ന്യൂട്രൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനകത്തുള്ള അനറോബിക് ബാക്ടീരിയാസിന് ഈ പറയുന്ന ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് BOD നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നടത്താറുണ്ട്. കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ അത് കൂടാതെ മിനറൽസ്, ഇപ്പം സോഡിയം, മഗ്നീഷ്യം, മാംഗനീസ് അതുപോലെയുള്ള മിനറൽസ് എന്തൊക്കെയുണ്ട് ഇതിനകത്ത്, അതിന്റെ റേഞ്ച് എത്രയാണ്, ലെവൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വാട്ടർ സാമ്പിൾ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു സാമ്പിൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ പാരാമീറ്റേഴ്സ് ഉണ്ട്, കണ്ടോ. ഇവിടെ മൈക്രോ ഓർഗാനിസംസിൽ കോളിഫോമിന്റെ ഇത് പറഞ്ഞുണ്ട്. ഈ കോളി ടെർബിഡിറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ലെഡ്, ആർസനിക് എല്ലാം, നിക്കൽ, കോപ്പർ, സ്റ്റൈറിൻ ഒക്കെ ഇവിടെ ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് അതിന്റെ നോർമൽ ലെവലും ഉണ്ട്, റിസൾട്ടും ഉണ്ട്, അതിന്റെ റേഞ്ചും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോർമൽ എത്ര റേഞ്ച് വരെയാണ്, എത്രയാണ് നോർമൽ, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഇതിന് എന്ത് ഓപ്ഷനാണ്, എന്ത് ട്രീറ്റ്മെന്റ് സെറ്റപ്പ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ബേസിൽ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി നോക്കാം. ക്വാണ്ടിറ്റി നോക്കി ക്വാണ്ടിറ്റി നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ ക്വാളിറ്റിയുടെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമുക്ക് സാമ്പിൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പം സാമ്പിൾ കിട്ടുന്നതിനനുസരിച്ച് നെക്സ്റ്റ് ആക്ഷൻ എന്താ എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. സപ്പോസ് ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ആണ് നോക്കേണ്ടത്. സോ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.